അതിജീവനം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കണ്ടുപഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ, എങ്ങനെ ഒരാളെ പറ്റിക്കാം. അതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്താണ് ബിനു സലാമേട്ടനൊക്കെ അവരെ തോപ്പിച്ച് കളയുന്നത് കേട്ടോ. വണ്ടി അടിപൊളിയാക്കി വെച്ചേക്കുവാന്നല്ലോ, മേളിലൊക്കെ അടിപൊളി അടാറായിരുന്നു. ഈ ഓട്ടോ ഓടിക്കാൻ എങ്ങനെ ഏട്ടാ പഠിച്ചേ? ഈ വണ്ടി തന്നെ പഠിക്കുകയാണല്ലേ? വണ്ടി തന്നെ പഠിക്കും. പുറമേ നോക്കിയാലോ അകത്തോട്ട് കയറുമ്പോൾ ഒരു കാറിനെക്കാട്ടി സെറ്റപ്പാണ് കേട്ടോ. നെഞ്ചിന് താഴോട്ട് തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. തോറ്റില്ല, ഓട്ടോ ഓടി ഉപജീവന മാർഗം നേടുകയാണ്. ഒരു മുറിക്കുള്ളിലായിരുന്നു 25 വർഷത്തോളം. സ്വന്തമായ ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവരൊരു ഇൻഡിപെൻഡൻസ്, അവർക്ക് മനസ്സിനൊരു ധൈര്യമാണ്, ഒരു പ്രചോദനമാണ്, മറ്റുള്ളവർക്ക് നമ്മളൊരു മോട്ടിവേഷനാണ്. യൂറിൻ ബാഗും ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ കമ്പോട് വീച്ചേറി പോയി വാട്ടറിൽ വെച്ച് സ്വന്തമായിട്ട് തന്നെ മോട്ടർ എടുക്കുക. അതുകൊണ്ട് ഐപ്പറൊന്നും കെട്ടണ്ട. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റും. ജീവന്റെ പാതിയാണ്, ജീവിതന്റെ പാതി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേര് ബിനു സലാം എന്നാണ്. ഇത് സ്ഥലം ചടയമംഗലമാണ്. നെഞ്ചിന് താഴോട്ട് തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. തോറ്റില്ല, ഓട്ടോ ഓടി ഉപജീവന മാർഗം നേടുകയാണ് ഈ ബിനു സലാം എന്ന് പറഞ്ഞ ഈ ഒരു ചേട്ടൻ. 17ാമത്തെ വയസ്സിലാണ് ഒരു അപകടത്തെ തുടർന്ന് താഴോട്ട് തളർന്നു പോയത്. ഒരു മുറിക്കുള്ളിലായിരുന്നു 25 വർഷത്തോളം. സ്വയം ചരിഞ്ഞിറക്കാൻ പോലും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയും, ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഇന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആക്കിയിരിക്കുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ സെറ്റപ്പാണ് കേട്ടോ. ചേട്ടന് എല്ലാം ഈ വണ്ടിക്കകത്ത് നിന്ന് എങ്ങോട്ടും ഇറങ്ങണ്ട. അതെ, ചാരി ഇരിക്കാനുള്ള സൗകര്യവും അതുപോലെ യൂറിൻ ബാഗ് വരെ ഈ വണ്ടിക്കകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാൻ വാക്കുകളില്ല കേട്ടോ. നിങ്ങളെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ തൊഴേണ്ടത്. എന്തായാലും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചടയമംഗലം പോരയിടത്തെ ഓട്ടോറിക്ഷ ചേട്ടന്മാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ ചേട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. 17ാമത്തെ വയസ്സ് എന്താ സംഭവിച്ചത്? അടുത്തൊരു വീട്ടിലെ തെങ്ങ് മുറിച്ചതാണ്. അപ്പോൾ ലൈൻ കമ്പി ചാഞ്ഞുന്ന തെങ്ങ് മുറിച്ചപ്പോൾ ഞാനോട് ചെന്ന് വടം പിടിച്ച് സഹായിക്കാൻ പോയതാണ്. സഹായിച്ചിട്ട് വടം പിടിച്ചിട്ട് ഓടിയപ്പോൾ ചെരുപ്പ് സെൽഫ് ചെയ്ത് വീണു. ആ തെങ്ങ് വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപകടം പറ്റിയാണ്. അപകടം പറ്റുന്നു. നെഞ്ചിന് താഴേക്ക് നട്ടലൊടിയുകയും സുഷുമ്ന നാടി സാധിച്ചു. പിന്നെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് തന്നെ അതിനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ അന്നൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് മാർത്താണ്ഡപ്പള്ളി ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കാണാം, വീട്ടിൽ കൊണ്ടുപോയി കിടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മണിക്കൂർ ചരിച്ച് കിടത്തുക. വ്രണം വന്നില്ല, ഇൻഫെക്ഷൻ വന്നില്ല, ഇനി ഇദ്ദേഹത്തിനെ കാണാനല്ല, ഇദ്ദേഹത്തിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ. ഡോക്ടർ അങ്ങനെ വിധി എഴുതിയതാണ്. അന്നത്തെ കാലത്ത് അങ്ങനെ ഇന്നത്തെ ടെക്നോളജികളൊന്നും ഇല്ല, ഒരു ഫോൺ പോലും ഇല്ല. അവിടെ വിജയിച്ചു വന്നു. അതെ. അതുകൊണ്ട് ആരും തന്നെ നിരാശപ്പെടരുത്. നമ്മുടെ അവസ്ഥ സ്ട്രോക്ക് വന്നോ ആക്സിഡൻറ്റ് പറ്റുമോ പാരാലിസിസ് ആയിപ്പോയാൽ സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തമായ ഒരു ഉപജീവന മാർഗം കണ്ടെത്താനും ശ്രമിച്ചാൽ അവരൊരു ഇൻഡിപെൻഡൻസ്, അവർക്ക് മനസ്സിനൊരു ധൈര്യമാണ്, ഒരു പ്രചോദനമാണ്, മറ്റുള്ളവർക്ക് നമ്മളൊരു മോട്ടിവേഷനാണ്. പിന്നെ നമ്മളെ ഈ ചില പ്രതിസന്ധിയിൽ വന്നാൽ മറ്റുള്ളവർ സഹായിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാം. വണ്ടി അടിപൊളിയാക്കി വെച്ചേക്കുവാന്നല്ലോ, മേളിലൊക്കെ അടിപൊളി അടാറായിരുന്നു. 7 വർഷം എടുത്തപ്പോൾ ടെസ്റ്റായിരുന്നു. ആണല്ലേ? ഈ ഓട്ടോ ഓടിക്കാൻ എങ്ങനെ ഏട്ടാ പഠിച്ചേ? ഈ വണ്ടി തന്നെ പഠിക്കുകയാണ്. ഈ വണ്ടി തന്നെ പഠിക്കുക. എൻ്റെ സുഹൃത്തുക്കൾ പഠിപ്പിച്ചു തരുമായിരുന്നു. എല്ലാം കയ്യിലാണ്. സാധാരണ ഓട്ടോ അല്ലേ, എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്, സ്റ്റാൻഡേർഡ് ഓട്ടോ. പുറമേ നോക്കിയാൽ ഓട്ടോ, അകത്തോട്ട് കയറുമ്പോൾ ഒരു കാറിനെക്കാട്ടി സെറ്റപ്പാണ് കേട്ടോ. അതെ, കാറ് പോലും ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. ശരീരത്തിന് താപ്പോട്ട് തളർന്ന ഒരു മനുഷ്യനാണ് ഇത്ര വൃത്തിയായിട്ടൊരു വണ്ടി നോക്കുന്നത്, തൻ്റെ ഉപജീവന മാർഗം ഇതാണ്. അണ്ണം പറഞ്ഞ പോലെ തന്നെ അതിജീവനം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കണ്ടുപഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ. നമ്മുടെയൊക്കെ നാട്ടിലെ എങ്ങനെ ഒരാളെ ചതിച്ചും വഞ്ചിച്ചും ജീവിക്കാം, എങ്ങനെ ഒരാളെ പറ്റിക്കാം അതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്താണ് ബിനു സലാമേട്ടനൊക്കെ അവരെ തോപ്പിച്ച് കളയുന്നത് കേട്ടോ. കണ്ടുപഠിക്കണം ഈ ഒരു മനുഷ്യനെ. സത്യം പറഞ്ഞ അതെ, വണങ്ങണം. അഭിമാനമാണ് ഈ ചേട്ടൻ. ഈ വണ്ടിക്കകത്ത് ഇപ്പം എന്തൊക്കെ സെറ്റപ്പാണ് ചേട്ടൻ ചെയ്തു വെച്ചേക്കാം? അപ്പോൾ ഞാൻ വീൽ ചെയർ ഉരുട്ടി ഇവിടെ വന്നിട്ട് ഈ കാല് രണ്ടും കൈ വെച്ചെടുത്ത് കയറി ഇവിടെ തൂങ്ങി ഈ കൊച്ചു സീറ്റിലേക്ക് കയറും. അത് എനിക്ക് ആൾട്ടർ ചെയ്ത് തന്നാണ്. ഈ ചെറിയ സീറ്റ് ഇരുന്നിട്ട് വേണം ഈ മെയിൻ സീറ്റിലേക്ക്, അത് മാരുതി കാറിൻ്റെ സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇരുന്ന് നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്, മറ്റ് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം കയ്യിലാണ് ബ്രേക്ക്. നമ്മൾ നെഞ്ചിന് താഴേക്ക് ചലിക്കാത്തതുകൊണ്ട് കയ്യിലാണ് ബ്രേക്ക്, കയ്യിൽ ആക്സിലേറ്റ്, മറ്റ് കാര്യങ്ങളെല്ലാം കയ്യിലാണ്. അപ്പം നമുക്ക് വേറെ മറ്റ് പരസഹായം കൂടാതെ തന്നെ ഞാനിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഓരോ പരിപാടിക്ക് പോകണം. പരിപാടി വെച്ചാൽ നമ്മൾ വീൽ ചെയർ ഇരിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ് ഞാൻ. ആൾ കേരള വീൽ ചെയർ ഫെഡറേഷൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരം ജില്ലാ ട്രഷറാണ് ഞാൻ. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ എല്ലാം ഒരു ചാരിറ്റി എല്ലാം ഈ ഓട്ടോയിലാണ് പോകുന്നത്. ഇത് ഓട്ടോ മാത്രമല്ല, ഓട്ടോ എൻ്റെ ഒരു എൻ്റെ എന്താണ് ശരീരത്തിൻ്റെ ഭാഗം കൂടിയാണത്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റും. ജീവന്റെ പാതിയാണ്. യൂറിൻ പോകാൻ ട്യൂബിട്ടേക്കാണ് പെർമനന്റ് കത്തിയിട്ടിരിക്കുന്നു. അത് ഞാൻ യൂറിൻ ബാഗ് വരെ അതിനകത്തുണ്ട്. യൂറിൻ ബാഗും എൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ കമ്പോട് വീച്ചേറി പോയി വാട്ടറിൽ വെച്ച് സ്വന്തമായിട്ട് തന്നെ മോട്ടർ എടുക്കുക. അതുകൊണ്ട് ഐപ്പറൊന്നും കെട്ടണ്ട, മറ്റ് പ്രോബ്ലങ്ങളൊന്നുമില്ല. യൂറിൻ ഞാൻ തന്നെ കുപ്പിക്കാതെടുത്ത് കളയും. മറ്റ് വേറെ സഹായം ഒന്നും വേണ്ട. അതെ, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നമ്മൾ ജോലി ചെയ്തത്. വളരെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതിന് അപ്പുറം വളരെ മാനസികമായ സന്തോഷം. ഞാൻ 25 വർഷം കിടന്ന് അനുഭവിച്ചതെന്ന് വെച്ചാൽ നീറി ഈ നമ്മളെ ഒരു വിരലിങ്ങനെ ഞെരടിയ നമ്മുടെ ജീവനങ്ങ് പോകുമായിരുന്നെങ്കിൽ എന്നേ നമ്മൾ മരിച്ചു പോയേനെ. പക്ഷേ
ആ മരിക്കാതെ എൻ്റെ അമ്മ എന്നെ സംരക്ഷിച്ചുകൊണ്ടാണ്, എരമ്പരിക്കാതെയും പുഴു കരിക്കാതെ എൻ്റെ അമ്മ ഭംഗിയായിട്ട് എന്നെ സംരക്ഷിച്ചു. അന്ന് തന്നെ കോയമ്പത്തൂർ ചെന്നപ്പോൾ 25 വർഷമായി ഇങ്ങനെ കിടപ്പാണെന്ന് പറഞ്ഞപ്പോൾ മുറിവില്ലെങ്കിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. കാരണം നമ്മളെ കണക്ക് ഒരു പേഷ്യൻറ്റിന് വ്രണം വന്നാൽ പിന്നെ പൊറുക്കില്ല, അവരുടെ ജീവിത അവസാനം അതിലായിരിക്കും. അങ്ങനെ അതുപോലെ ഒരാളെ എന്നെ പരിചരിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ വെളിയിൽ വന്നത്.